ജൻസിയെ പിടിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ജൻസികൾ 8ന്റെ പണി കൊടുത്തു. ഇത് നമ്മുടെ നാട്ടിലെ ഒറ്റ മാധ്യമം പറയില്ല. കാരണം രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഇങ്ങനെ അഹോരാത്രം പണിയെടുക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധി വാങ്ങിച്ച് കൂട്ടിയ പണി, 8ന്റെ പണി, അതും ജൻസിയുടെ പണി വാർത്തയാക്കില്ല. നിങ്ങൾക്കറിയാമല്ലോ, രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികളെ കാണാൻ വേണ്ടി ഛാത്രോം കി ഗുഞ്ച്, ഛാത്രം എന്ന് പറഞ്ഞാൽ കുട്ടികൾ, ഗുഞ്ച് എന്ന് പറഞ്ഞാൽ പ്രതിധ്വനി, കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ ശബ്ദം, ഛാത്രം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ ശബ്ദം, പ്രതിധ്വനി എന്ന് പറഞ്ഞ് രാജ്യത്തെ പല സ്ഥലങ്ങളിൽ 4 സ്ഥലങ്ങളിൽ വലിയ വിദ്യാർത്ഥി കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ്സുകാരുടെ മക്കളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പോയി രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നു. 4 നടത്തി. ഒന്ന് കോട്ട, ജൂലൈ 17 രാജസ്ഥാനിലെ കോട്ടയിൽ, പിന്നെ ഡെറാഡൂണിൽ ജൂലൈ 17, കോട്ടയിൽ ജൂൺ 17 പ്രയാഗ്രാജിൽ ഉത്തർപ്രദേശിൽ ഓഗസ്റ്റ് 8, പൂനെയിൽ മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഓഗസ്റ്റ് 22. 4 ഛാത്രോം കി ഗുഞ്ച് നടത്തി. എന്നിട്ട് രാഹുൽ ഗാന്ധി 40 അവകാശവാദങ്ങൾ പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെ കുറിച്ച്, ഇന്ത്യയിലെ സ്ഥിതിയെക്കുറിച്ച്, മോദി ഭരിക്കുന്നത് കാരണം ഈ രാജ്യം അനുഭവിക്കുന്ന കെടുതികളെക്കുറിച്ച് ഒക്കെയാണ് രാഹുൽ ഗാന്ധി 40 കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഒരു സംഘം ജൻസി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് അവർ രാഹുൽ ഗാന്ധി പറഞ്ഞ 40 കാര്യങ്ങളെടുത്ത് ഫാക്ട് ചെക്ക് നടത്തി. എന്താ റിസൾട്ട് വന്നെന്നറിയാമോ? രാഹുൽ ഗാന്ധിയുടെ 40 ക്ലെയിംസ്, ഇവരൊരു ഹാഷ്ടാഗും തുടങ്ങിയിട്ടുണ്ട്. ഈ ജൻസികൾ രാഹുൽ ഗാന്ധി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ചെറുപ്പക്കാരോട് വന്നിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് അറിയണമല്ലോ. കാരണം രാഹുൽ ഗാന്ധി പറയുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ വിശ്വസിക്കാൻ വയ്യ. രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത് മഹാത്മാഗാന്ധിയെ ഇംഗ്ലണ്ടിൽ വെച്ച് ബ്രിട്ടീഷുകാരൻ ട്രെയിനിൽ നിന്ന് തല്ലി പുറത്തിട്ടു. ഉടനെ ഇതറിഞ്ഞിട്ട് എൻ്റെ മുത്തച്ഛൻ അലഹബാദിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി കാത്തു നിന്നു, ഏതെങ്കിലും ബ്രിട്ടീഷുകാരൻ ഇറങ്ങി വരുവാണ് അടിക്കാൻ. രാഹുൽ ഗാന്ധിയെ വെള്ളക്കാർ ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ്. അതാണ് രാഹുൽ ഗാന്ധി ലണ്ടനിൽ എന്ന് പറഞ്ഞത്. അതറിഞ്ഞിട്ട് തൻ്റെ മുത്തച്ഛൻ അലഹബാദ് റെയിൽവേ സ്റ്റേഷനിൽ പോയി എന്ന് പറഞ്ഞല്ലോ. അന്ന് രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛനായ ജവഹർലാൽ നെഹ്റുവിന് പ്രായം, മുതുമുത്തച്ഛനായ നെഹ്റുവിൻ്റെ പ്രായം 3 വയസ്സായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ രാഹുൽ ഗാന്ധി പറയും എന്നുള്ളത് കൊണ്ട് ഒരു സംഘം ജൻസികൾ തീരുമാനിച്ചു രാഹുൽ ഗാന്ധി പറയുന്ന ഈ 30 അവകാശവാദങ്ങൾ ഒന്നും പരിശോധിക്കണം. അതായത് അതിനു വേണ്ടിയിട്ട് അവർ ഒരു വെബ്സൈറ്റ് തുടങ്ങി. ഈ വെബ്സൈറ്റിൻ്റെ പേര് ജൂത്ത് കി ഗുഞ്ച് എന്നാണ്. ജൂത്ത് പറയരുത് എന്ന് പറഞ്ഞാൽ കള്ളം പറയരുത്. ജൂത്ത് കി ഗുഞ്ച് എന്ന് പറഞ്ഞാൽ കള്ളത്തിൻ്റെ പ്രതിധ്വനി, വ്യാജത്തിൻ്റെ പ്രതിധ്വനി. ഛാത്രോം കി ഗുഞ്ചിന് ബദൽ ജൂത്ത് കി ഗുഞ്ച്. അതിൻ്റെ ഹാഷ്ടാഗ് എന്താണെന്നറിയോ? 4 റാലീസ്, 4 റാലികൾ രാഹുൽ ഗാന്ധി നടത്തി. 40 ക്ലെയിംസ്, 40 അവകാശവാദങ്ങൾ ഉന്നയിച്ചു. 1 ആൻസർ കീ, ഒറ്റ ഉത്തരം, ദാ പിടിച്ചോ എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി കോട്ടയിലും ഡെറാഡൂണിലും പ്രയാഗ്രാജിലും പൂനെയിലും നടത്തിയ ഛാത്രോം കി ഗുഞ്ചിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി എടുത്ത് അവർ പരിശോധിച്ചു. ഇതിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ കേൾക്കണം. പൂനെ പറഞ്ഞതാണേ. പൂനെയിൽ പുള്ളി സ്ത്രീകളെ കുറിച്ചാണ് പറഞ്ഞത്. അതാദ്യം ഒന്ന് കേൾക്കാം. അതായത് പൂനെയിൽ ഈ കഴിഞ്ഞ 22-ാം തീയതി, ഓഗസ്റ്റ് 22-ാം തീയതി രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികളോട്, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ വേഷം ധരിച്ച് വന്നവരോട് പറഞ്ഞത്, അതായത് ഇന്ത്യയിൽ 4 ലക്ഷം പെൺകുഞ്ഞുങ്ങളെ ജനിക്കുന്ന ഉടനെ കൊന്നുകളയുന്നുണ്ട്. ഒരു വർഷേ 4 ലക്ഷം പെൺകുഞ്ഞുങ്ങളെ ഇന്ത്യയിൽ കൊല്ലുന്നു. പിന്നെ എന്താണ്, ഓരോ 30% സ്ത്രീകളും, അതായത് നമ്മുടെ മൊത്തത്തിലുള്ള ജനസംഖ്യയിൽ 30% സ്ത്രീകളും കടുത്ത ശാരീരികമായ അതിക്രമങ്ങൾ നേരിടുന്നു. അതിലും ഭീകരം എന്താണെന്നറിയോ? അതിലും ഭീകരം എന്ന് പറഞ്ഞാൽ ഞെട്ടുന്ന കാര്യമാണ്. അത് നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. 100-ൽ 6 സ്ത്രീകളും ബലാത്സംഗത്തിനിരയാവുന്നു. അതായത് നമ്മൾ കാണുന്ന 100 സ്ത്രീകളില്ലേ, അതിൽ 6 പേരും ബലാത്സംഗത്തിന് റേപ്പ് ചെയ്യപ്പെട്ട് നിൽക്കുകയാണ്. ഒരു മനുഷ്യൻ, രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് നിരുത്തരവാദപരമായി പറയുകയാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ്. പിന്നെ ഇന്ത്യയിലെ 8% സ്ത്രീകൾക്കും സ്വത്തില്ല. പിന്നെ 99% ഈ 100-ൽ 6 സ്ത്രീകളും ബലാത്സംഗം ചെയ്യപ്പെടുന്നു. അതിൽ 99% കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇന്ത്യയിൽ എത്രയെന്നറിയോ? 23 വയസ്സാണ് പെൺകുട്ടികളുടെ വിവാഹപ്രായം. 18ഉം 23ഉം ആണ് ഇന്ത്യയിലെ വിവാഹപ്രായം. പെൺകുട്ടികൾക്ക് 18 വയസ്സ് പൂർത്തിയാവണം, ആൺകുട്ടികൾക്ക് 21 വയസ്സ് പൂർത്തിയാവണം.
അതായത് രാഹുൽ ഗാന്ധി പറയുകയാണ് പെൺകുട്ടികളുടെ വിവാഹം കഴിക്കാനുള്ള പ്രായം ഇന്ത്യയിൽ 23 വയസ്സാണെന്ന്. എങ്ങനെയുണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ വിവരം? ഇത്തരം കാര്യങ്ങളൊക്കെ രാഹുലിൻ്റെ ഈ ക്ലെയിംസ് മുഴുവൻ തെറ്റാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ പറയുന്നത് എടുത്തു കാണിക്കുന്നത്, അതായത് നമ്മുടെ നാട്ടിലെ 100-ൽ 6 സ്ത്രീകളും ബലാത്സംഗത്തിന് ഇരയാവുന്നു എന്ന് പറഞ്ഞാൽ വലിയ അപമാനകരമായ സ്റ്റേറ്റ്മെൻറ്റാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് 1,00,000 പേരിൽ 4.3 ആണ് റേപ്പിന് ഇരയാവുന്നത്. 1,00,000 സ്ത്രീകൾ എടുത്താൽ അതിൽ 4.3 സ്ത്രീകൾ, 4 സ്ത്രീകൾ, അല്ലെങ്കിൽ വേണമെങ്കിൽ 4.3 എന്നുള്ളത് നമുക്ക് 5 ആക്കാം. 1,00,000-ൽ 5 സ്ത്രീകൾ മാത്രമാണ് ബലാത്സംഗത്തിന് ഇരയാവുന്നതായി നമ്മുടെ രാജ്യത്തെ കണക്ക്, ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക്. അപ്പോഴാണ് ഈ വിദ്വാൻ വന്നിട്ട് 100-ൽ 6 പേരും ബലാത്സംഗത്തിന് ഇരയാവുന്നു എന്ന് പറയുന്ന തരത്തിൽ സ്ത്രീകളെ ആകെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്. ഇനി കോട്ടയിൽ, രാജസ്ഥാനിലെ കോട്ടയിൽ പറഞ്ഞു 1000 പേർ ബിരുദം നേടിയാൽ അതിൽ 36 പേർക്ക് ജോലി കിട്ടുന്നുള്ളൂ. പക്ഷേ രാജ്യത്തെ കണക്കനുസരിച്ച് ഓരോ 100-ൽ 26 ബിരുദധാരികൾക്കും ഇന്ത്യയിൽ ജോലിയുണ്ട്, എന്തെങ്കിലും ജോലിയുണ്ട്. സർക്കാർ ജോലി തന്നെ ആവണമെന്നില്ല. ഇതാണ് നമ്മുടെ രാജ്യത്തെ സെൻസസ് അടക്കമുള്ള സംവിധാനങ്ങളുടെ ഭാഗമായി ശേഖരിച്ച കണക്ക് പറയുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രാഹുൽ ഗാന്ധി പറയുകയാണ് നമ്മുടെ നാട്ടിൽ 22 ലക്ഷം കുട്ടികൾ നീറ്റ് പരീക്ഷ എഴുതുന്നുണ്ട്, അതുവഴി 1.32 ലക്ഷം കോടി രൂപ ഇന്ത്യയിലെ കുടുംബങ്ങൾക്ക് ചിലവാകുന്നുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്തൊരു വലിയ അബദ്ധവും തെറ്റുമാണ് ഈ മനുഷ്യൻ പറയുന്നതെന്നറിയാമോ? ഇന്ത്യയിൽ ഒരുപാട് കോച്ചിങ് സെൻറ്ററുകളുണ്ട്, അതൊരു വലിയ വ്യവസായമാണ്. ആ കോച്ചിങ് സെൻറ്ററുകൾ, ട്യൂഷൻ സെൻറ്ററുകൾ, അതായത് ഈ നീറ്റ് പോലെയുള്ള പരീക്ഷകൾക്ക് പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നേടേണ്ടുന്ന ഒരു കാര്യം, അവർക്ക് ഭാവിയിൽ ഉണ്ടാക്കേണ്ടുന്ന ഒരു വരുമാനം 1.32 ലക്ഷം കോടി വരുമാനം ഭാവിയിൽ ആർജിക്കണം എന്നൊരു കണക്കുണ്ടാക്കി, ഒരു പ്രൊജക്ഷൻ ഉണ്ടാക്കി. ആ പ്രൊജക്ഷനാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇപ്പോൾ കുടുംബങ്ങൾക്ക് ചിലവാകുന്ന തുകയാണ് എന്ന് പറയുന്നത്. കണക്കൊന്നും കേട്ടാൽ അദ്ദേഹത്തിന് മനസ്സിലാവില്ല. ഭാവി പ്രൊജക്ഷൻ, ഭാവിയിൽ ഇവിടുത്തെ എൻട്രൻസ് കോച്ചിങ് വ്യവസായം ആർജിക്കണം എന്ന് വെച്ചിരിക്കുന്ന ഒരു പ്രൊജക്ഷൻ എമൗണ്ടിനെ ഇവിടുത്തെ കുടുംബങ്ങൾക്ക് ഇപ്പോൾ ചിലവാകുന്ന തുക എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞെന്താ അറിയോ? പരീക്ഷാ പേപ്പറിൽ ചോർച്ചയുണ്ടായല്ലോ, ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കുൽക്കർണി എന്ന് പറയുന്ന ഒരു കെമിസ്ട്രി അധ്യാപകൻ, അയാളാണ് ഈ മറാത്തിയിലേക്ക് ഈ പരീക്ഷാ പേപ്പറുകൾ ട്രാൻസ്ലേറ്റ് ചെയ്തത്. അയാൾ ഓർമ്മയിൽ നിന്ന് പറഞ്ഞ് അയാളുടെ പരീക്ഷാ ട്രെയിനിങ് സെൻറ്ററിൽ ഇയാൾ കുട്ടികൾക്ക് അയാളുടെ ഓർമ്മയിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അയാളുടെ ആ പരീക്ഷാ ട്രെയിനിങ് സെൻറ്റർ ബുൾഡോസർ വെച്ച് തകർത്തു. കുൽക്കർണിയുടെ ജയിലിലാണ്. 2 തവണയും പരീക്ഷാ ചോദ്യപേപ്പർ ആയി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് ജാമ്യം പോലും ഇപ്പോഴും കിട്ടിയിട്ടില്ല. ആർക്കും പരിശോധിക്കാം, ഗൂഗിൾ ചെയ്താൽ നമുക്ക് കിട്ടുന്നവരാണ്. അത് ഡെറാഡൂണിൽ പോയി പറഞ്ഞിരിക്കുന്നു. പേപ്പർ ലീക്കൊക്കെ ഉണ്ടായി, അതിൻ്റെ അന്തിമ വിധി 0 ശരിയാണ്, അന്തിമ വിധി വന്നിട്ടില്ല, കേസിലെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രതികൾ ജയിലിലാണ്, ഒരാളെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നൊക്കെ പച്ചക്കള്ളം പറയുന്നു. ഇങ്ങനെ 4 സ്ഥലങ്ങളിൽ 4 റാലി നടത്തി രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന കള്ളങ്ങൾ മുഴുവൻ പൊളിച്ചെടുക്കുകയാണ്. പിന്നെ പറയുകയാണ് നമ്മുടെ രാജ്യത്ത് വ്യവസായമൊന്നുമില്ല, എല്ലാ വ്യവസായം അടച്ചുപൂട്ടി. ഇന്ത്യയിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സാധനവും ഇല്ല. ഇന്ത്യയിൽ ഹൈഡ്രജൻ ട്രെയിൻ ഉണ്ടാക്കി, ഇന്ത്യ ഉണ്ടാക്കിയതാണ്. ബ്രഹ്മോസ് നമ്മൾ ഉണ്ടാക്കുന്നു, നമ്മുടെ ടെക്നോളജിയാണ്. റഷ്യയുടെ ടെക്നോളജിയുടെ കൂടെ നമ്മളോട് ചേർന്ന് ഉണ്ടാക്കുന്നു. നമ്മൾ എന്താ ഉണ്ടാക്കാത്തത്? ഇന്ത്യയിൽ ആപ്പിൾ ഉണ്ടാക്കുന്നു, മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. ഐഫോൺ ഉണ്ടാക്കുന്നു. എന്തൊക്കെ സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? രാഹുൽ ഗാന്ധി പറയും ഇന്ത്യയിൽ ഒന്നുമില്ല, എല്ലാം ചൈനയുടെയും ബംഗ്ലാദേശിൻ്റെയും ആണെന്ന്. ബംഗ്ലാദേശ് ആകെ ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ? ആകെ ബംഗ്ലാദേശിൻ്റെ ഉൽപ്പാദനം എന്ന് പറയുന്ന, പ്രൊഡക്ഷൻ എന്ന് പറയുന്ന റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് മാത്രമാണ്. ഗാർമെൻറ്റ് ഇൻഡസ്ട്രി മാത്രമേ ഉള്ളൂ. നമ്മളുമായിട്ടുള്ള ബന്ധം വഷളായപ്പോൾ നമ്മൾ ചണം കൊടുക്കുന്നില്ല. മാത്രമല്ല അവിടെ ഉണ്ടാക്കുന്ന റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ നമ്മുടെ സീപോർട്ടും എയർപോർട്ടും വഴി കയറ്റി അയക്കുന്ന പരിപാടി നമ്മൾ നിർത്തി. അപ്പോഴാണ് ഈ വിദ്വാൻ പറയുന്നത് ഇന്ത്യയിൽ കിട്ടുന്ന സാധനമല്ല ഒന്നെങ്കിൽ ബംഗ്ലാദേശിലെയാണ്, അല്ലെങ്കിൽ ചൈനയുടേതാണ്. ബംഗ്ലാദേശിൽ എന്താണ് ഉള്ളത് പ്രിയപ്പെട്ടവരെ? അപ്പോൾ വിദ്യാർത്ഥികളുടെ അടുത്ത് എന്നിട്ട് 4 റാലി നടത്തിയിട്ട് രാഹുൽ ഗാന്ധി ഇങ്ങനെ ഉന്നയിച്ച 40 അവകാശവാദങ്ങളിൽ 29 എണ്ണം കള്ളമാണ്, 11 എണ്ണം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന്
ജൂത് കി ഗുഞ്ച് കണ്ടെത്തിയിട്ട് അവരത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തു. കോൺഗ്രസ് മിണ്ടിയിട്ടില്ല. 3 ദിവസമായി കേട്ടോ ഇത് വന്നിട്ട്. രാഹുൽ ഗാന്ധിയെ പൊളിച്ചടുക്കി വെച്ചിരിക്കുക ചെറുപ്പക്കാർ. എന്നിട്ട് ഇതിൻ്റെ പ്രതിനിധിയായ സാമന്ത എന്ന പെൺകുട്ടി, അവർ അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ വിദ്യാർത്ഥിനിയായിരുന്നു. അവർ ഇന്ത്യ ടുഡേ ചാനലിൽ വന്നു, ആജ് തക്കിൽ വന്നു. ആജ് തക്കിലും ഇന്ത്യ ടുഡേയിലും വന്നിട്ട് ഇവർ രാഹുൽ ഗാന്ധി പറയുന്ന കള്ളങ്ങൾ, ഇവിടുത്തെ യുവാക്കളെ, ജൻസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കളവാണ് രാഹുൽ പറയുന്നത് എന്ന് മിനിഞ്ഞാന്ന് രാജ്യത്തോട് സംസാരിച്ചു. കേരളത്തിലെ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടില്ല. രാഹുൽ 40 പറഞ്ഞതിൽ 29 എണ്ണം കള്ളം, 11 എണ്ണം മിസ്ലീഡിങ്. സത്യത്തിൽ രാജ്യത്തെ യുവതയെ, ചെറുപ്പക്കാരെ കള്ളം പറഞ്ഞ് വഴിതെറ്റിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു സംഘം ചെറുപ്പക്കാർ, ജൻസികൾ തന്നെ രാഹുൽ പറഞ്ഞ ഓരോ ക്ലെയിംസും എടുത്തിട്ട് അതിൻ്റെ സത്യം എന്താണെന്ന് അന്വേഷിച്ച് അവർ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അക്കമിട്ട് എണ്ണി ആരെങ്കിലും പറയുമോ? ഇല്ല. കേരളത്തിലെ മാധ്യമങ്ങൾ പറയില്ല, വടക്കേ ഇന്ത്യയിലെ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുന്നുണ്ട്. രാഹുൽ ഗാന്ധിയല്ലേ പറയുന്നതെല്ലാം മണ്ടത്തരങ്ങളോ കള്ളമോ ആയിരിക്കും. ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രം വായ തുറക്കുന്ന ആളുകളെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് കുമാര ചെല്ലപ്പൻ സാർ പറഞ്ഞതുപോലെ ലവർ ഓഫ് പട്ടായ, ലീഡർ ഓഫ് ഒപ്പോസിഷൻ പ്രവർത്തിക്കുന്നതെന്ന് ജൻസികൾ തെളിയിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധിയെ പഞ്ഞിക്കിട്ടിരിക്കുകയാണ് ജൻസിക്കൂട്ടം ജൂത് കി ഗുഞ്ച് എന്നുള്ള വെബ്സൈറ്റിലൂടെ. നിങ്ങളതൊന്ന് പരിശോധിക്കണം, നിങ്ങളതൊന്ന് കാണണം കേട്ടോ. ആ വെബ്സൈറ്റ് ഒന്ന് കയറി നോക്കണം. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ പറയാത്ത വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ ഇന്ത്യ ലൈവ് ഉണ്ട്. നമ്മുടെ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യണേ.